അഖൂമു അലാ ഐതാമി ഹത്താ യുഗ്നീഹിമുല്ലാഹ്, എന്റെ കുട്ടികൾക്ക് ഘിന വരുന്നത് വരെ, അവർക്ക് സമ്പത്തും സൗകര്യവും സ്വയം പര്യാപ്തതയും, അതാണ് ഘിനയുടെ ഒരർത്ഥം. അവർക്ക് സ്വയം പര്യാപ്തത വരുന്നത് വരെയും ഞാൻ അവരുടെ കൂടെ നിൽക്കും. എനിക്ക് ഭർത്താവ് ഇപ്പോൾ ആവശ്യമില്ല. നല്ല യൗവനമുള്ള പുരുഷന് ആവശ്യമുള്ള പെണ്ണ് പറഞ്ഞു, എനിക്ക് പുരുഷന് വേണ്ട. ഒരു തെറ്റ് മഹറാമും ആ പെണ്ണ് ചെയ്തതുമില്ല. തന്റെ വിചാരങ്ങളെ കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി. അങ്ങനെ കുട്ടികളുടെ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞു, അവർക്ക് പര്യാപ്തത വരുന്നു. അപ്പൊ പിന്നെ ഈ പെണ്ണിനെ ഒരാൾക്കും ആവശ്യമില്ല, മരിച്ചു. ആ പെണ്ണിന് അർശിന്റെ തണൽ ഉറപ്പാണ്. അങ്ങനത്തെ 10,000 ലക്ഷം പെണ്ണുങ്ങളെ നാടാണ് കേരളം. ആണോ? അല്ലേ? അള്ളാഹു അവർക്കൊക്കെ മൗഫറത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ഖബർ ഫിർദൗസ് കൊണ്ട് അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും ലോകത്തെ ഏറ്റവും വിഡോസ് ഉള്ള സമുദായം മുസ്ലിങ്ങളാണ്. ലോകത്തെ ഏറ്റവും വിധവകളുള്ളത് മുസ്ലിങ്ങളിലാണ്. മുതലില്ലായ്മയും സ്വർഗത്തിന്റെ മാനദണ്ഡമല്ല, നരകത്തിന്റെയും. ലോകത്തെ ഏറ്റവും വലിയ മുതലാളി സ്വർഗത്തിലാണ്, ലോകത്തെ ഏറ്റവും വലിയ ഫഖീറും സ്വർഗത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ മുതലാളി സയ്യിദ് സുലൈമാനാണ്, സ്വർഗത്തിലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഫഖീർ, മാനവ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഫഖീർ ഈസാ നബിയാണ്, സ്വർഗത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ മുതലാളി സ്വർഗത്തിലാണ്, ലോകത്തെ ഏറ്റവും വലിയ ഫഖീറും സ്വർഗത്തിൽ. അതൊന്നും മാനദണ്ഡമല്ല, മാനദണ്ഡം സമർപ്പണമാണ്. തൗഫീഖ് തരട്ടെ. ഇബ്രാഹിമിനെ ഒരുക്കി തൂക്കിയാൽ ഇബ്രാഹിമിന്റെ മാസം അവസാനിക്കുകയാണ്. സെയ്ദ് ഇബ്രാഹിം. ഇനി അത് നമ്മൾ ഒരു സ്പെഷ്യലൈസ് ചെയ്തെടുക്കണമെങ്കിൽ 1 കൊല്ലം കഴിയണം. സെയ്ദ് ഇബ്രാഹിം അപ്പൊ നമ്മൾ ഒരുക്കി തൂക്കി പറയാം. സെയ്ദ് ഇബ്രാഹിം എന്താ? സെയ്ദ് ഇബ്രാഹിം സമർപ്പണം. സെയ്ദ് ഇബ്രാഹിം സമർപ്പണം. സെയ്ദ് ഇബ്രാഹിം ഉറക്കപ്പറ. സെയ്ദ് ഇബ്രാഹിം സമർപ്പണമാണ്. എന്താ കിട്ടിയത്? ഒക്കെ പഠിച്ചോനെ. ഈ പെണ്ണിനെ അള്ളാഹ്ക്ക് സമർപ്പിച്ചു, എന്നിട്ട് പോയി. ആ തൊണ്ടിപ്പെണ്ണിനെ അല്ലല്ലോ സമർപ്പിച്ചത്, ഈ പെണ്ണിനെ. തൊണ്ടിയായ പെണ്ണിനെ കൂടെ നിർത്തിയിട്ട് യുവതിയും അതിസുന്ദരിയെയും കൊണ്ടത് റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ, സുന്ദരിയായ പെണ്ണിനെ കഅബാലയത്തിന് മുൻപത്ത് സമർപ്പിച്ചു സെയ്ദ് ഇബ്രാഹിം. എന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്നുമോനെ അള്ളാഹ്ക്ക് മുന്നിൽ സമർപ്പിച്ചു സെയ്ദ് ഇബ്രാഹിം. അഗ്നിയിലേക്ക് സ്വന്തം ശരീരം സമർപ്പിച്ചു സെയ്ദ് ഇബ്രാഹിം. 4 ആൾ വിരുന്ന് വന്നപ്പോഴത്തിന് മൂരിക്കുട്ടനെ പിടിച്ച് അർത്ഥമെന്ന് ഞാൻ പറഞ്ഞു. സമ്പത്ത് മുഴുവൻ സമർപ്പിച്ചു സെയ്ദ് ഇബ്രാഹിം. സമർപ്പണ. അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ നടന്നൊരു കാല് ലോകത്തുണ്ടാവില്ല. അടിസ്ഥാനപരമായി ഈ മനുഷ്യൻ ബാബിലോണിയക്കാരനാണ്. അതേ മനുഷ്യന്റെ കാൽപാദം കഅബാലയത്തിന്റെ മുറ്റത്തുണ്ട്. ആ കാൽപാദം വെറുതെ അല്ല. നിങ്ങൾ വിചാരിക്കണ്ട, ആ കാൽപാദം വെറുതെ അല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും ഇമ്പോസിബിൾ. ആ കാൽപാദം നിനക്കൊരു മാനദണ്ഡമാണ്. إذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. ആ കാൽപാദത്തിന്റെ അടയാളമുള്ള കല്ലിന്റെ ബേക്കിൽ വന്ന് നിസ്കരിക്കണം. എന്തേ? ആ കല്ലിൽ ഒരു അടയാളമുണ്ട്, ഒരു കാലിന്റെ. ആ കല്ല് അലിഞ്ഞതാണ്. ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. 2 കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒന്ന് ഇബ്രാഹിം ചവിട്ടിയ മഖാം ഇബ്രാഹിം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെയോ ഹജറുൽ അസ്വദും അൽ ഹജറു വൽ മഖാമു യാഖൂതാനി മിൻ യവാഖീതിൽ ജന്ന, സ്വർഗത്തിലെ മാണിക്കക്കല്ലുകളിൽപ്പെട്ട 2 കല്ലുകളാണ് ഹജറുൽ അസ്വദും മഖാമു ഇബ്രാഹിമും എന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ പുറത്തേക്ക് കാലെടുത്ത് വെച്ചു സെയ്ദ് ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ കാല് വെച്ചപ്പോൾ ആ ബഹുമാനം കാരണം ആ കല്ലരിഞ്ഞു. അടങ്ങെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഉരുകിത്തീരും. ആ കല്ലാണ്. എന്തേ ഈ കല്ലിന് ഇത്രയും മനുഷ്യനും പേടിയായിട്ട് സമർപ്പിച്ചതാ? ആർക്ക്? അങ്ങനെ ആകാൻ നമുക്കൊക്കെ കഴിയും. ഈ മനുഷ്യൻ അള്ളാഹു ജീവിച്ചതാ. അള്ളാഹു കെട്ട് കൊടുത്തു. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. ഇന്നലെ വെള്ളിയാഴ്ച രാവാണ്, എല്ലാവരും ദുആ ചെയ്തിട്ടുണ്ടാവും. എന്തിന്? നിഅമത്തുകൾക്ക്. എന്തിനാണ് നിഅമത്ത്? സുഖിക്കാൻ. അവിടെയാണ് നമ്മൾ അള്ളാഹ്ക്ക് എതിരാവുന്നത്. നമ്മളോട് ഇരന്ന് നമ്മൾ നിഅമത്ത് വാങ്ങിയിട്ട് സുഖിക്കുകയാണ്. ഇബ്രാഹിമിനോ ഇറക്കാതെ കൊടുത്തിട്ട് സുഖിക്കാതിരിക്കുകയാണ്. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞില്ലേ, മുതലില്ലായ്മയും ഒരു മാനദണ്ഡേ അല്ല.
അതൊന്നും മാനദണ്ഡമല്ല, സമർപ്പണമാണ് മാനദണ്ഡം. അത് ഫഖീറും സമർപ്പിക്കണം, മലയാളിയും സമർപ്പിക്കണം. 2 പെൺകുട്ടികൾക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ 2 മരുമക്കൾ, ഒന്നേറ്റവും ദരിദ്രൻ, ഒന്നേറ്റവും ധനാഢ്യൻ. 1000 മുട്ടകപ്പുറത്ത് വന്ന ചരക്കാണ് മദീനക്കാർക്ക് 1 പൈസ വാങ്ങാണ്ട് വിതരണം ചെയ്തത്. അത്രയും വലിയ മുതലാളിയാണ് സയ്യിദ്ന ഉസ്മാൻ. പൈസ കൊടുത്ത് സ്വർഗം വാങ്ങിയ ആള് സയ്യിദ്ന ഉസ്മാൻ. 10 പൈസ കയ്യിലില്ലാതെ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച സയ്യിദ്ന അലി. അത് വേറെ മാനദണ്ഡം, ഇത് വേറെ മാനദണ്ഡം. 2 മുസൽമാൻ മരുമക്കളാണ്. മനസ്സിലായില്ല? പിന്നെ മുഹമ്മദ് മുസ്തഫ. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. 3 ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ്, അർശിന്റെ തണൽ ഉറപ്പാണ്. ഈ 3 ആളാകാൻ ഒരു പണിയില്ല. യുദ്ധക്കളത്തിൽ പോകണ്ട, ഒന്നും വേണ്ട, നമുക്കൊക്കെ ആകാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇമ്രാത്തുൻ, ഒരു പെണ്ണ്, പെണ്ണിനെ പറ്റി അത് നമുക്കാകാൻ കഴിയില്ല. ഇമ്രാത്തുൻ, ഒരു പെണ്ണ്, ആ പെണ്ണിന് അർശിന്റെ തണൽ ഉറപ്പാ. അസ്ലി ഈമാനും അസ്ലി ഫർളും ഉണ്ടായാൽ മതി. അതാണ് 5 വക്ത് നിസ്കരിക്കുക, റമളാൻ നോമ്പ് വിൽക്കുക, ബാധ്യത ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, ബസ്. പിന്നെ ആ പെണ്ണിന് ഒന്നും വേണ്ട, അർശിന്റെ തണൽ കിട്ടും. എപ്പോൾ സലാസത്തുൻ ഫീ ളില്ലി അർശില്ലാഹി യൗമിൽ ഖിയാമ ഇംറഅത്തുൻ മാത അൻഹാ സൗജുഹാ, ആ പെണ്ണിന്റെ ഭർത്താവ് മരിച്ചുപോയി. ഒത്തറക അലിഹാ യതാമ സിഗാറൻ, ചെറിയ യതീമക്കളെ ഉപേക്ഷിച്ചാണ് ഭർത്താവ് പോയത്. ഫഖുതിബത്ത്, പിന്നീടും ആ പെണ്ണിനെ മറ്റുള്ളവർ വിവാഹം ചെയ്തിട്ടെ എന്ന് അന്വേഷിച്ചു. ഫലം തതസവ്വജ്, ആ പെണ്ണ് വിവാഹത്തിന് നിന്ന് കൊടുത്തില്ല. വഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, അഖൂമു അലാ ഐതാമി ഹത്താ യുഗ്നിഹിമുല്ലാഹ്, എൻ്റെ കുട്ടികൾക്ക് ഒരു ഹിന വരുന്നത് വരെ ഞാൻ കല്യാണം കഴിക്കൂല. എൻ്റെ കുട്ടികളെ നന്നാക്കിയെടുക്കലാണ് എൻ്റെ ലക്ഷ്യം. കുട്ടികൾക്ക് ഹിന വരികയാണെങ്കിൽ, ചെറിയ കുട്ടികളല്ലേ, ആ കുട്ടികൾക്ക് ഹിന വരണമെങ്കിൽ 10-20 ജോലി കിട്ടി വലിയ ആളാകണ്ടേ. ഒരു 10-25, പിന്നെ ഈ പെണ്ണിന് ആർക്കാണ് ആവശ്യം? പിന്നെ എരിഞ്ഞെടുത്ത് ഈ പെണ്ണ്, ആ പെണ്ണിന് അർശിന്റെ തണൽ ഉറപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിപ്പോ നമ്മക്കാകാൻ കഴിയില്ല. മനസ്സിലായില്ല? ചിന്തിക്ക്. 3 ആൾക്ക് അർശിന്റെ തണൽ ഉറപ്പ്. 1 ഇമ്രാത്തുൻ, ഒരു പെണ്ണ്, മാത അൻഹാ സൗജുഹാ, അവളെ ഭർത്താവ് അവളെ തൊട്ട് മരിച്ചുപോയി. സുമ്മ ഖുതിബത്ത്, പിന്നെ മറ്റു പലരും അവളെ വിവാഹം അന്വേഷിച്ചു. ഫലം തതസവ്വജ്, അവൾ വിവാഹത്തിന് ഫതറക ഔലാദൻ സിഗാറൻ, ഭർത്താവ് ചെറിയ ചെറിയ മക്കളെ ഉപേക്ഷിച്ചാണ് പോയത്. വഖാലത്ത്, അപ്പോൾ പെണ്ണ് പറഞ്ഞു, ഇന്നി അഖൂമു അലാ ഐതാമി ഹത്താ യുഗ്നിഹിമുല്ലാഹ്, എന്റെ കുട്ടികൾക്ക് ഹിന വരുന്നത് വരെ, അവർക്ക് സമ്പത്തും സൗകര്യവും സ്വയം പര്യാപ്തതയും, അതാണ് ഹിനയുടെ ഒരർത്ഥം. അവർക്ക് സ്വയം പര്യാപ്തത വരുന്നത് വരെയും ഞാൻ അവരുടെ കൂടെ നിൽക്കും. എനിക്ക് ഭർത്താവ് ഇപ്പോൾ ആവശ്യമില്ല. നല്ല യൗവനമുള്ള പുരുഷന് ആവശ്യമുള്ള പെണ്ണ് പറഞ്ഞു, എനിക്ക് പുരുഷന് വേണ്ട. ഒരു തെറ്റും ഹറാമും ആ പെണ്ണ് ചെയ്തതുമില്ല. തന്റെ വിചാരങ്ങളെ കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ട് മക്കളെ പോറ്റി. ഹത്താ യുഗ്നിഹിമുല്ലാഹ്, അങ്ങനെ കുട്ടികളുടെ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞു, അവർക്ക് പര്യാപ്തത വരുന്നു. അപ്പൊ പിന്നെ ഈ പെണ്ണിനെ ഒരാൾക്കും ആവശ്യമില്ല, മരിച്ചു. ആ പെണ്ണിന് അർശിന്റെ തണൽ ഉറപ്പാണ്. അങ്ങനത്തെ 10,000-കണക്കിന് ലക്ഷം പെണ്ണുങ്ങളെ നാടാണ് കേരളം. ആണോ? അല്ലേ? അള്ളാഹു അവർക്കൊക്കെ മൗഫറത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവരുടെയൊക്കെ ഖബർ ഫിർദൗസ് കൊണ്ട് അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തും ലോകത്തെ ഏറ്റവും വിഡോസ് ഉള്ള സമുദായം മുസ്ലിങ്ങളാണ്. ലോകത്തെ ഏറ്റവും വിധവകളുള്ളത് മുസ്ലിങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിധവകളുള്ള സമുദായം, പഠിച്ചു പറയാ, വെറുതെ പറയല്ല, ലോകത്ത് ഏറ്റവും വിധവകളുള്ള സമുദായം മുസ്ലിങ്ങളാണ്. കാരണം 1 നൂറ്റാണ്ടിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളാണ്. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൽ അതിന്റെ കണക്കുകൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി വിശദീകരിക്കുന്നില്ല. ചിന്തിക്കണം. അവരെല്ലാം ഒരു ഭർത്താവിന്റെ മക്കളെ പോറ്റി അങ്ങനെ ജീവിക്കാൻ സൗകര്യ തെറ്റും ചെയ്യാതെ അങ്ങനത്തെ ലക്ഷം പെണ്ണുങ്ങളുണ്ട്. തെറ്റിനെ തൊട്ട് അല്ലാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ഈ പെണ്ണിന് അർശിന്റെ തണൽ ഈ പെണ്ണിന് ഉറപ്പാണ്. 1, അത് ആണുങ്ങളായ നമുക്കാകാൻ കഴിയൂല. ഭാര്യ മരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാനവും ഉണ്ടാകൂല. എന്തുകൊണ്ട്? ഭാര്യ മരിക്കാന്നുള്ളത് വേറൊരു പ്രയാസം ഉണ്ടാവുള്ളൂ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകൂല. മനസ്സിലായില്ല? ചിന്തിക്കണം. ഭർത്താവാണല്ലോ എപ്പോഴും കുടുംബത്തിന്റെ എക്കണോമിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവാ. ആ ഭർത്താവാണ് മരിച്ചുപോയി. അപ്പോഴാണ് ഭാര്യ ക്ഷമിച്ചത്. അർശിന്റെ തണൽ ഉറപ്പാ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നാ അർശിന്റെ തണൽ 50,000 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് വീണ്ടും മഹ്ശറ കൂട്ടാൻ തോന്നും. അവർക്ക് 2 റക്അത്തിന്റെ ദൈർഘ്യം മാത്രമേ മഹ്ശറക്ക് ഉണ്ടാവുള്ളൂ. ഫിയോമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷമുള്ള മഹ്ശർ അവർക്ക് റക്അതൈനി മിനസ് സ്വലാത്തിൽ മക്തൂബ, ഒരു സുബ്ഹ് നിസ്കരിക്കുന്ന നേരം മാത്രമേ അനുഭവപ്പെടൂ. എന്തുകൊണ്ട്? ബിനിഅമില്ലാഹ്, അല്ലാഹുവിന്റെ
അതിരില്ലാത്ത ഞാമത്തുകൾ അർശിന്റെ താഴേക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള സുഖത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് സമയം പോരാന്നാ തോന്നുന്നു. 50,000 കൊല്ലത്തെ മഹ്ശർ കഴിയുമ്പോൾ അവർക്ക് അത് ഏതുപോലെ അനുഭവപ്പെടും? 2 റക്അത്ത് ഫർദിന്റെ ദൈർഘ്യം മാത്രമേ 50,000 വർഷത്തെ മഹ്ശർ അവരനുഭവപ്പെടുകയുള്ളൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കൾ എല്ലാവരെയും മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഒക്കെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ആമീൻ റഹ്മത്തിക. 2 1 നേരം കുറവാണ്, ഓടിക്കാണ്. സമയത്രേ പറയാം. ഓക്കെ ശരി. രണ്ടാമത്തെ ആളാ റജുലുൻ, ഒരാൾ ആണാകാം പെണ്ണുണ്ടാകാം. ലഹുമാലുൻ, അയാൾക്ക് മുതലുണ്ട്. സ്വനാഅതു ആമൻ, എന്നിട്ട് അയാൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. ഫഅത്വാബ സ്വനാഅതഹു, നല്ല ഭക്ഷണം ഉണ്ടാക്കും. ഫഅഹ്സന നഫഖതഹു, അതിനെ പരമാവധി ചെലവാക്കും. ഫദഅ അലൈഹിമുൽ യതീമ വൽ മിസ്കീൻ, അതിലേക്ക് യതീമിനെയും മിസ്കീനെയും ക്ഷണിക്കൽ പതിവാണ്. ഏറ്റവും നല്ല ഭക്ഷണമാവും. മന്ത്രി വരുമ്പോഴല്ല ഏറ്റവും നല്ല ഭക്ഷണം, തങ്ങൾ വരുമ്പോഴും മൂലിയേര് വരുമ്പോഴും അല്ല ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കേണ്ടത്. അവരൊക്കെ ബഹുമാനിച്ചൂടെ? ബഹുമാനിക്കാം. അതേ സമയത്ത് ഒരൊക്കെ വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുത്തിട്ട് യതീമക്കളുടെയും മിസ്കീൻ്റെയും ഭക്ഷണം ചെറുതാക്കുകയാണെങ്കിൽ അവർ അള്ളാഹുവിനെ തൊട്ട് അകന്നു പോകുമെന്ന് മാത്രമല്ല അവർക്ക് ദീനുണ്ടാവില്ല എന്ന് ഖുർആനിലെ അവസാനത്തെ പ്രസന്റേഷനുകളിൽ ഒന്ന് അതാണ്. ഓർമ്മയുണ്ടോ? മന്ത്രിമാർക്കും രാജാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ നല്ല ഭക്ഷണം കൊടുക്കുക, യതീമിനും മിസ്കീനും കൊടുക്കും. പക്ഷെ അതൊക്കെ ഒരു കോല അടുപോകും. ബീഫ് ബിരിയാണി ഉണ്ടാക്കും, അതിന്റെ മേലെ ആട് പൊരിക്കൂല, അതിന്റെ മേലെ നെയ്യും അല്ലാതെ പാരൂല. മന്ത്രിക്ക് പിന്നെ ഡാൽഡ പറ്റാത്തോണ്ട് നല്ല നെയ്ച്ചോറ് നല്ല വെളിച്ചെണ്ണയിൽ എൻ്റെ ഓൾ ഉണ്ടാക്കിയതാന്ന് പറയും മന്ത്രിനോട്. തങ്ങളോടും പറയും, മൂല്യന്മാരോടും പറയും. ഓലാണല്ലോ സ്വർഗത്തിൽ ടിക്കറ്റ് കൊടുക്കുക. അതുകൊണ്ട് ടിക്കറ്റ് കുറവായതെന്ന് വിചാരിച്ചിട്ടാണ് മൂല്യർക്കും തങ്ങൾക്കൊക്കെ ആചാരി കൊടുക്കുന്നത്. തെറ്റ് പറയല്ലട്ടെ, ശരിയെന്ന് പറയല്ല, അതൊന്നും നമ്മളെ വിഷയമല്ല. അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ കിടക്കൂല. ആദ്യം ഇവര് കിടക്കണ്ടേ, എന്നിട്ടല്ലേ ഇജ്ജ് കിടക്കുന്നത്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഇവർ കിടക്കൂല എന്ന് ആരും വിചാരിക്കേണ്ട, കണക്കൊന്നും വിചാരിക്കണ്ട. അതിൻ്റെ ഒന്നും മാനദണ്ഡം അതൊന്നും അല്ല. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. പിന്നെ അതാണ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഖുർആനിലെ അവസാനത്തെ ആക്ഷേപത. പിന്നെ ഒരു വ്യക്തിപരമായ ആക്ഷേപ ഖുർആനിൽ ആക്ഷേപമായുള്ളൂ. ലാസ്റ്റ് ആക്ഷേപം അവർ അത്തരം ആളുകൾ നിസ്കാരം എനിക്ക് വേണ്ട. യതീമിനെയും മിസ്കീനെയും രണ്ടാം കിട പൗരന്മാരായി കണ്ടവരുടെ നിസ്കാരം എനിക്ക് വേണ്ട. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഒന്നും കൂടി റജുലുൻ, ഒരാൾ ലഹുമാലുൻ, അയാൾക്ക് മുതലുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ അയാൾ ഭക്ഷണം ഉണ്ടാക്കും. മനോഹരമായി ഉണ്ടാക്കും, നല്ല 1-ാം നമ്പർ ഭക്ഷണം. അതിന് എത്ര ചെലവാക്കാനൊക്കെ മടിയില്ല. ആടും കോഴിയൊക്കെ വാങ്ങി പോരുമ്പോഴാണ് ഒരാൾ പറഞ്ഞു നല്ല 1-ാം നമ്പർ ഐക്കോറുണ്ട്, പുതിയ മീനാണോ? അതെ. എത്ര വില? 800 രൂപ. എടുത്തോ. ലഹുമാലും, ഇയാൾക്ക് എന്തുണ്ട് പറയാനായി? 800 രൂപയ്ക്ക് ഐക്കോറ വാങ്ങി എന്താണ് തെറ്റ്? എന്തിനും വാങ്ങിടും. 2000 രൂപ ഐക്കോറയും വാങ്ങും. ഇതാർക്ക് കൊടുക്കാനാ? യതീമിന് കൊടുക്കാനാണ്. ഇന്ന് ഐക്കോറൊക്കെ മാർക്കറ്റ് 2000 ആണ്. എന്റെ ആങ്ങളെ വരുന്ന മീനല്ല, യതീമിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ 2000-ൽ കുറച്ച് തരില്ല. എന്നാ എടുത്ത 4 കിലോ 5 കിലോ. ലഹുമാലും, ഇയാൾക്ക് എന്തുണ്ട് പറ? ഇയാൾക്ക് എന്തുണ്ട്? സമ്പത്തുണ്ട്. ഇജന്റെ വീട് വിറ്റ് ചെയ്യണം എന്നല്ല പറയണത്, മുതലുണ്ടാക്കിക്കോന്ന ഇന്നത്തെ വയറില്. ഇത് കരഞ്ഞാണ്ട് പണിയില്ലാതെ നടക്കണ്ട. പണിയില്ലാതെ നടന്നോണ്ട് സ്വർഗം കിട്ടൂല. പൈസ ഉണ്ടാക്കിയോണ്ട് നരകം കിട്ടൂല. പൈസ ഉണ്ടായിക്കോ, അതാണ് ഒന്നും കൂടി എളുപ്പം സ്വർഗം കിട്ടാൻ. തെണ്ടി തിരിഞ്ഞ് നടക്കണ്ട. 10 ഉറുപ്പ്യ ഉണ്ടാക്കി കൂടി. വലിയ വലിയ മുതലാളിമാർ ഇവിടെ ഉണ്ട്. മഞ്ചേരിത്തെ വലിയ മുതലാളി ഇവിടെ ഉണ്ട്. തമിഴ്നാട്ടിലത്തെ ഏറ്റവും വലിയ മുതലാളി ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഒക്കെ ഉണ്ട് ഇവിടെ. ഓരൊക്കെ കേൾക്കാനാണ് ഞാൻ പറഞ്ഞത്. മുതലുണ്ടായിക്കോളി. മുതൽ വേണം. മനുഷ്യന് മുതലുണ്ടായി എളുപ്പ സുഖം കിട്ടും, എളുപ്പം കിട്ടും. ലഹുമാലുൻ, അയാൾക്ക് എന്തുണ്ട്? മുതലുണ്ട്. സ്വനാഅമൻ, അയാൾ ഭക്ഷണം ഉണ്ടാക്കും. അതിമനോഹരം, അതിമനോഹരം. മനസ്സിലായില്ലേ? ചിന്തിക്ക്.
ബിരിയാണി കുറച്ച് ഉണ്ടാക്കിയപ്പോൾ അടി പിടിച്ചു. അപ്പം അയാൾ ഇങ്ങോട്ട് മാറ്റിച്ചു. നമുക്ക് പെരക്കാർക്ക് തിന്നാം, ഇജ്ജ് ഒന്നും കൂടി നല്ല ബിരിയാണി വെച്ചാൽ, അല്ലെങ്കിൽ വേറെ പണ്ടാരിനെ വിളിച്ചു. ആ കുട്ടികളെ വിളിച്ചിട്ടുണ്ട്, നല്ല പക്ഷേ നല്ല ബിരിയാണി വെക്ക്, അതിമനോഹരമായ ബിരിയാണിയോട് വെച്ച്. മറ്റേ ചെമ്പ് അടിയിൽ കരിഞ്ഞ ബിരിയാണി ഇങ്ങോട്ട് മാറ്റിച്ച്. അത് പെണ്ണുങ്ങളെ കുട്ടികൾ നമുക്കുണ്ടാ, അവർ കൊടുക്കല്ല. അവർ മുസ്തഫ നബിന്റെ പേരെത്തോരാ. മുസ്തഫ നബിന്റെ പേരാതാ? മുസ്തഫ നബിന്റെ പേരെന്താ? والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى. റസൂലുള്ളാഹിന്റെ പേരാണ്. റസൂലുള്ളാഹിന്റെ പേരൊത്ത ആളെ വിളിച്ചത് ഖുർആൻ. അള്ളാഹിന്റെ ഹബീബിനെ വിളിച്ച പേരാണ് എന്ത്? യതീം. അലം യജിദ്ക യതീമൻ. റസൂലുള്ളാഹിന്റെ പേരൊത്ത ആളെ വിളിച്ചിട്ടുണ്ട്. പറ റാഹത്തിലിരിക്ക്, സന്തോഷത്തിലിരിക്ക്. അള്ളാഹു നമുക്ക് റാഹത്ത് തരട്ടെ. മനസ്സറിഞ്ഞാമീ പറയാം. അതിനൊക്കെ പൈസ വേണം. പൈസയൊക്കെ ഉണ്ടായിക്കോളിയും. പൈസ ഉണ്ടായതിനൊന്നും സ്വർഗത്തിൽ നരകത്ത് കിടക്കൂല. പൈസ ഇല്ലാതെ തെണ്ടി മരിച്ചിട്ട് സ്വർഗത്തിലും കിടക്കൂല. സ്വർഗത്തിന്റെ മാനദണ്ഡം പൈസ ഉണ്ടാകലും പൈസ ഇല്ലാതിരിക്കലും അല്ലേ അല്ല. ആണെന്നാര് പറഞ്ഞാലും വിഡ്ഢിയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. ഒരാൾക്ക് പണമുണ്ട്, അയാൾ എന്ത് ചെയ്തു? നല്ല ഭക്ഷണം ഉണ്ടാക്കും. ആ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കും. എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? അതിമനോഹരമായ ഭക്ഷണം. അതിന് എത്ര ചെലവാക്കാനാക്കും മടിയില്ല. 10 എത്തിയും കുട്ടികളെ വിളിച്ചപ്പോഴത്തേനും 10,000-20,000 ഉറുപ്പ്യ. അവർക്ക് റിസപ്ഷനായി അവർക്ക് നല്ല ഒരു ഡ്രിങ്ക് കൊടുത്തു. പിന്നെ അവർക്ക് നല്ല വിരിപ്പ് വിരിച്ചു. അവർക്ക് വേണ്ടി നല്ല ഊട് വാങ്ങി. അവർക്ക് വേണ്ടി നല്ല റാഹത്തുള്ള ഇരിപ്പിടമുണ്ടാക്കി. അവർ കയറി വന്നു. അവരെ വിരുന്ന് കൊടുക്കുന്ന മുറിയെ അതിമനോഹരമായി സജ്ജീകരിച്ചു. അവർക്ക് വേണ്ടി 10,000 ചെലവാക്കി ഭക്ഷണം ഉണ്ടാക്കി. അവരെ സന്തോഷത്തിൽ പിടിച്ചിരുത്തി. എന്നും അയാൾ ഭക്ഷണം കൊടുക്കും. ഇയാൾക്ക് എന്തുണ്ട്? മുതലുണ്ട്. എത്ര ചെലവാക്കാനും യതീമിനും മിസ്കീനും ചെലവാക്കാൻ. യതീമും മിസ്കീനും. ചില സ്ഥലത്ത് ഖുർആൻ യതീമിനെ മുന്തിച്ചു, ചില സ്ഥലത്ത് ഖുർആൻ മിസ്കീനുണ്ട്. അത് തുല്യ പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കാനാണ്. ആർക്കും മനസ്സിലായില്ല. 2 സ്ഥലം, പല സ്ഥലങ്ങളിലുണ്ട്. ചില സ്ഥലത്ത് മിസ്കീനെ മുന്തിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് യതീമിനെ മുന്തിച്ചിട്ടുണ്ട്. യതീം പറഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ്. ബാപ്പല്ല, പ്രായപൂർത്തിയായിട്ടില്ല, ഇതാണ് യതീം. അല്ലെ, ഇപ്പൊ ഞാൻ യതീമല്ലേ, എനിക്കൊന്ന് വണ്ടിയാണ്ട് വല്ലതും തന്നപ്പോ ഇവിടെ ഇരിക്കണമല്ലൊക്കെ യതീമല്ലേ. നിങ്ങൾക്കൊക്കെ തന്നിട്ട് എന്ത് കാര്യമുള്ളത്? ആ മുതലാണ് പോയി കിട്ടുന്നല്ലാതെ. മരകത്തില് മാലിക്കിന്റെ കയ്യിൽ നിന്ന് 2 മുട്ടും കിട്ടും. മുങ്കറിനൊക്കെ തന്നെ അടിക്കും. അടിച്ചും പോയി മുണങ്ങിയവനല്ലേ എന്ന് പറഞ്ഞിട്ട് ഇജാ പൈസക്കാരനല്ലേ കൊണ്ടുപോയി മുണങ്ങാൻ കൊടുത്താറുണ്ട്. ഓൻ്റെ 2 മുങ്കറിനൊക്കെ തല്ലും കൂടി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്ക്. പ്രായപൂർത്തിയാകാത്ത ബാപ്പ മരിച്ച ആളാണ് ആര്? യതീം. ويطعمون الطعام على حبه مسكينا ويتيما واسيرا. അപ്പൊ അവിടെ ആരെ മുന്തിച്ചു? ഏതാ സൂറത്ത്? ഇൻസാൻ. ദഹ്ർ എന്നും പേരുണ്ട്. ചില മുസാഫിൽ ദഹ്ർ, ചില മുസാഫിൽ ഇൻസാൻ. ഈ പേര് മാറിയതുകൊണ്ട് ഇന്ന മുസാഫിൽ ആ സൂറത്തില്ല എന്ന് പറയണ്ട. 2 പേരിൽ ആ സൂറത്തുണ്ട്. ദഹ്ർ എന്നും പറയും, ഇൻസാൻ എന്നും പറയും. ويطعمون الطعام على حبه مسكينا ويتيما واسيرا. മിസ്കീനൻ വയതീമൻ. അവിടെ യതീമിനേക്കാൾ ആരെ മുന്തിച്ചു? മിസ്കീനൻ വയതീമൻ. ഇനി വേറെ സ്ഥലം പറഞ്ഞുതരാം. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. അവിടെ മിസ്കീനെ വിളിച്ചു, അല്ല യതീമിനെ വിളിച്ചു. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ. അവിടെ യതീമിനെ വിളിച്ചു. നേരത്തെ യുത്അമുന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ, അവിടെ മിസ്കീനെ വിളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഖുർആന്റെ പൊതുശൈലിയ. അപ്പൊ യതീമിനെ പോലെ തന്നെയാണ് ആരും മിസ്കീൻ. മിസ്കീനെ പോലെ തന്നെയാണ് ആര്? യതീം.
അള്ളാഹുവിൻ്റെ ഹബീബിന് ഈ 2 പേരുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് മിസ്കീനുമാണ്, യതീമുമാണ്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിച്ച് മിസ്കീന്മാരുടെ കൂടെ മഹ്ശറിൽ വരുത്തണമേ എന്ന് മുഹമ്മദ് മുസ്തഫയുടെ ദുആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തിരിച്ചു വരും. അപ്പൊ യതീമിനെ മിസ്കീനെ ക്ഷണിക്കുക, അതിമനോഹരമായ രാജകീയ ഭക്ഷണം കൊടുക്കും. അതിനുവേണ്ടി ഒരു ഭക്ഷണം കഴിഞ്ഞപ്പോഴത്തിന് അയാൾക്ക് 50,000-70,000 ചെലവായിക്കോട്ടെ. ദിവസം ലക്ഷക്കണക്കിന് വരുമാനമുണ്ട്. അതൊക്കെ അങ്ങനെ കൊടുക്കും. മന്ത്രിക്കല്ല കൊടുക്കുക, ആർക്കാണ്? മിസ്കിൻ ആൾക്ക് അർശിന്റെ തണലുണ്ടാവും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അതിനാവശ്യമായ പണം അല്ലാഹു നമുക്ക് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും, മനസ്സറിഞ്ഞാമീൻ പറ. അല്ലാഹ് അതിനാവശ്യമായതൊക്കെ പരലോകത്ത് രക്ഷപ്പെടുന്ന സമ്പത്തൊക്കെ നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അപ്പൊ 2 ആളെ പറഞ്ഞു. ഒരാളാരാ പറ. ഒരു പെണ്ണ്, ഭർത്താവ് മരിച്ചു, പിന്നെ കുട്ടികളെ വേണ്ടി മാത്രം ജീവിച്ചു. 2 സമ്പത്തുണ്ടാക്കി. ആ സമ്പത്തുണ്ട് ഉണ്ടാക്കി. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ആർക്ക്? ഈ ലോകത്തെ ഏറ്റവും വലിയ കൊടുതി ഭക്ഷണമാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്മാനം. ഖുർആൻ അവസാനം വിമർശിച്ചതും ഭക്ഷണത്തിന്റെ പേരില്ല. മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ ആരെയും പ്രേരിപ്പിച്ചില്ല, കൊടുത്തതുമില്ല, പ്രേരിപ്പിച്ചതുമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിസ്കീൻ എന്ന് പറഞ്ഞാല് യാചിക്കാൻ ലജ്ജ, എന്നാൽ ആവശ്യത്തിനില്ല. ഇതാണ് മിസ്കീൻ. ഫഖീർ ആരാ? യാചിക്കാൻ മടിയില്ല. അവരെ വന്നാൽ ഉടനെ അവരെ വീട്ടിൽ ഗൾഫരം പോവും, ഫക്കീറിനെ വീട്ടിൽ പോവും. എന്തുകൊണ്ട്? ഇല്ലാത്തവനെ എല്ലാവർക്കും അറിയാം. 10 റുപ്യ ആവശ്യമുള്ളവർക്ക് 5 റുപ്യന്റെ താഴെ കിട്ടണുള്ളൂ, അല്ലെങ്കിൽ തീരെ കിട്ടണില്ല. ഇവരൊക്കെ ആരാണ്? ഫക്കീറാണ്. നാട്ടിൽ മാറൂഫായിരിക്കും, എല്ലാവർക്കും അറിയും ഞാൻ ആൾ ഫക്കീറാണ്. അപ്പൊ ഗൾഫേര് വന്നാൽ ആദ്യം തുണിപ്പാൻ കഴിച്ചിട്ട് നല്ലോണാണെങ്കിൽ ആദ്യം ഫക്കീറിന്റെ വീട്ടിലാണ് പോവുക, കൊണ്ടേ കൊടുക്കും. അപ്പൊ അങ്ങനെ കിട്ടും. അവിടെ കൊല്ലങ്ങളായി ഉപയോഗിക്കാത്ത തുണിശീലയും കുപ്പാശീലയും ഉണ്ടാവും. തൊട്ടപ്പുറത്ത് മിസ്കീനുണ്ടാവും. അവൻ മാന്യമായ ബാപ്പാക്കും മാന്യമായ തറവാട്ടിലും ജനിച്ച ആളാ. ഓന്റെ കയ്യിൽ 10 പൈസ ഇല്ല, അതേ സമയത്ത് ഇല്ല എന്ന് അവന് പറയാൻ കഴിയില്ല. ഇവന്റെ പേരാണ് മിസ്കീൻ. അതാ മിസ്കീൻ. ഇല്ല, പക്ഷെ ലജ്ജ. എന്നാ കുറച്ചൊക്കെ ഉണ്ടേനും, അതുകൊണ്ട് അവനെ ഉള്ളവനായി അറിയപ്പെടും. ജനപ്പെടുത്ത പാടത്തോണ്ട്, പറമ്പിലുണ്ട്, കച്ചവടത്തിലുണ്ട്. ഇവനെ എല്ലാ കച്ചവടക്കാരനായി പരിഗണിക്കും. പക്ഷെ മീമാങ്ങമ്പനെ ലാഭം തികയില്ല. അവനെ അങ്ങാടി കച്ചവടക്കാരനല്ലേ, ഓനാ പീടിയും കച്ചവടം ഉണ്ടല്ലോ, ഓന് കൊടുക്കേണ്ട ആവശ്യം എന്താ? ഓനെന്തേലും കൊടുത്താലാടാ നമ്മ പറഞ്ഞാൽ നമ്മൾ കൊടുക്കൂല. എന്റെ ഓനെ അങ്ങാടി കച്ചവടക്കാരനല്ലേ, ഓ മർച്ചന്റ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആണല്ലോ, നീ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം? മനസ്സിലാവുണ്ട് പറഞ്ഞത് ചിന്തിക്കും. ഭയങ്കരം. അതിൽ ജാതി മതൊന്നും ഇല്ലാട്ടോ. ഒരു ഹിന്ദുവായ സഹോദരനെ കുറിച്ച് ഒരാൾ 20 കൊല്ലം മുമ്പ് ഒരു സംഭവം എന്നോട് പറഞ്ഞു. ഒരു വലിയൊരു എന്താ പറയുക, വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു വിഷമമുള്ള ഒരാൾ, തൻ്റെ വില്ലായ്മ അറിയുന്നതിന് വിഷമമുള്ള ഒരു ഹിന്ദു എൻ്റെ പരിസരത്തുണ്ട്. അയാൾ ഉച്ചക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? കൈ കഴുകും, എല്ലാവരും കാണാൻ. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് കൈ കഴുകും. അപ്പൊ കൈ കഴുകുമ്പോൾ പിന്നെ മോളോ ആ സോപ്പും കൊട്ടെടുക്ക്, പിന്നെ പശുവിൻ്റെ നെയ്യ് കയ്യിൽ നിന്ന് പോണില്ല, ഒന്നും തിന്നിട്ടില്ല, മനസ്സിലാവണില്ല. ഇയാൾ മാന്യനാ. നിനക്ക് പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെയുള്ള ഭക്ഷണത്തിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആർക്കാണോ ഇല്ലാത്തത് ഉൾക്കട കൊടുക്കണം. പള്ളിയിലെ മൂലയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ കോളനിയിലെ ആ സാധുവായ ഫക്കീറായ ഹിന്ദുവിന് കൊടുക്കലായിരിക്കും. കാരണം അവൻ ഇല്ലാത്തവനായ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. മൂലയിലുള്ളവനാ. മൂലയ്ക്ക് കൊടുക്കരുതെന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. മനസ്സിലായില്ലേ? കൊടുക്കാൻ അവ എല്ലാ ജാതി മതം നോക്കാതെ ഒക്കെ ഭക്ഷണം കൊടുക്കും, യതീമും മിസ്കീനും ഒക്കെ കൊടുക്കും. സാധുക്കൾ അള്ളാഹു തആല അങ്ങനെ അതിനാവശ്യമായ പണവും സൗകര്യവും നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു തആല തുറന്നു തരട്ടെ. അള്ളാഹു തആല. പിന്നെ 2ാമത്തെ ആളെ പറഞ്ഞു. ഇനി ഒരൊറ്റ ആളെ കൂടി പറഞ്ഞു, ഒരു വിശദീകരണം കൂടി പറഞ്ഞ അവസാനിപ്പിക്കും. വേറെ ഒരാൾ അയാൾ കുടുംബ ബന്ധം ചേർക്കും. ഇങ്ങോട്ട് മുറിച്ചാലും അയാൾ അങ്ങോട്ട് ചേർക്കും. കുടുംബത്തിൽ ചിലർ ഇയാളെ മുറിച്ചു, എന്നാലും ഇയാൾ അങ്ങോട്ട് ചേർക്കും.
അതായത് കൈ കിട്ടിയതെല്ലാം ഒക്കെ കുടുംബക്കാർക്കും കൊടുക്കും, തനിക്ക് കിട്ടിയതില്ലെന്ന് ആർക്കും കൊടുക്കും. എന്നാൽ കുടുംബം ഒന്നും ഇയാൾ കൊടുക്കൂല. ഇയാളെക്കാൾ ധനാഢ്യർ അവരെ കൂട്ടത്തിലുണ്ട്, കൊടുക്കൂല, ഇയാളെ കൊടുക്കും. ഇയാൾ ഗൾഫിൽ നിന്ന് വന്നോന്ന് എല്ലാവരും അറിയും. എന്റെ ഇയാളെ കുടുംബത്തെ ഇയാൾ ചേർക്കും. ഇയാളൊരു ഗൾഫ് നോമ്പാണെങ്കിൽ ആ കുടുംബത്തിലെ പാവപ്പെട്ടവർക്കെല്ലാം 1000 2000 വന്നിരിക്കും. അതെന്റെ ഒന്നുമില്ല, ഓന്റെ പൈസ വരും. ഇക്കൊല്ലം നോമ്പിനൊന്നും ഇല്ലല്ലോ അതല്ലേ, നമ്മളെ കുഞ്ഞുമാന് ഗൾഫിലുണ്ടല്ലോ, ഓ മറക്കൂല. അത് 2 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേന് ഓന്റെ പൈസ എത്തി. 5000 റുപ്യ വല്യമ്മക്ക് അങ്ങനെ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് പെരുന്നാൾ നോമ്പൊക്കെ റായത്തായി കഴിഞ്ഞു. മനസ്സിലായോ? അവരൊന്നും കൊണ്ട് കൊടുക്കൂല. നീ അവരെ മക്കൾ ഗൾഫ് പോയാൽ ഒന്നും പിന്നെ കുടുംബത്തിൽ കൊടുക്കൂല. ചിലപ്പോ അവർ ചിലപ്പോ മരിച്ചോ, ഇവർക്കൊന്നും കൊടുക്കൂല, കൊടുക്കണ്ട. ഇവൻ എന്ത് ചെയ്യും? ഗർഭപാത്രത്തോട് അള്ളാഹു താല ഒരു കരാറുണ്ട്. എന്താ കരാറ്? ഗർഭപാത്രത്തെ പടച്ച സന്ദർഭത്തിൽ ആദ്യത്തെ ഗർഭപാത്രം ഹവ്വാ ഉമ്മയുടെ ഗർഭപാത്രം പടച്ചപ്പോൾ അള്ളാഹു ഒരു കരാർ ചെയ്തിട്ടുണ്ട്. അസ്ലുമൻ വസലക നിന്നെ ചേർത്തവനെ ഞാനും ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാനും മുറിക്കും. ഇതാണ് അള്ളാഹിന്റെ കരാറ്. എന്ത് 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 പറഞ്ഞോ? ആദ്യത്തെ ഗർഭപാത്രം പടച്ചപ്പോൾ അള്ളാഹുവിന്റെ ഒരു കരാറുണ്ട് ഗർഭപാത്രത്തോട്. എന്ത്? മറക്കല്ലേ. എന്ത്? നിന്നെ ചേർത്തവനെ ഞാനും ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാനും മുറിക്കും. എന്താണ് ഈ ചേർത്തവനെ? ഗർഭപാത്രത്തിന്റെ ചേർച്ചറെന്താ? നമ്മളെ പെങ്ങന്മാര്, അഞ്ചന്മാര്, ഏട്ടന്മാര്, അവര് നമ്മളെ അമ്മയുടെ ഗർഭപാത്രമാണല്ലോ. നമ്മളെ മൂത്താപ്പ മക്കൾ, അളാപ്പ മക്കൾ, അത് നമ്മളെ വല്യമ്മാന്റെ ഗർഭപാത്രമാണല്ലോ. അവരും അവര് ഞങ്ങൾ അതാരാ? അതിന്റെ ബാപ്പാന്റെ ഏട്ടന്മാരെ കുടുംബത്തിൽപ്പെട്ടതാ. ഓ, അപ്പം എന്റെ ബാപ്പാന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കടന്നതിന് ബന്ധമുണ്ടല്ലോ അവർക്ക്. അതാണ് ഗർഭപാത്രം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? അങ്ങനെ അത് അടുത്ത എങ്ങനെ എടുക്കുക? ആദ്യം പെങ്ങളാരി എടുക്കുക, അഞ്ചന്മാര്, ഏട്ടന്മാര്, പെങ്ങന്മാര്. അല്ല, ഒന്നാമത് പെങ്ങളെ മുന്തിക്കുക. എന്തുകൊണ്ട്? പെങ്ങൾ ദുർബലയാണ്. പിന്നെ ഏട്ടന്മാര്, അഞ്ചന്മാര്, പിന്നെ മൂത്താപ്പാന്റെ മക്കള്, പിന്നെ വലിയ മൂത്താപ്പാന്റെ മക്കള്, പിന്നെ വലിയ മൂത്താപ്പാന്റെ മക്കള്. അപ്പോൾ അവൻ ആരെ ചേർത്തു? ആരെ ചേർത്തു? കുടുംബബന്ധം ചേർത്തു. കുടുംബബന്ധം ചേർത്തു എന്ന് പറഞ്ഞാൽ സലാം അലൈക്കും വലൈക്കും സലാം എന്ന് പറയാനല്ല, അവർക്ക് നമ്മളാൽ കഴിഞ്ഞ് ചെയ്തു കൊടുത്തു. നമ്മൾ ആ കുടുംബത്തിലുള്ളവർ ഉണ്ടോ, അവർക്കൊരു ആഹത്താണ്. അവരെ കട നമ്മൾ തീർത്തു കൊടുത്തു, നമുക്കൊരു പൈസ കിട്ടി, അപ്പൊ അവരെ കട തീർത്തു. ആദ്യം കുടുംബത്തിലുള്ളവരെ കട തീർത്തു. അവരെ കുട്ടികളെ കല്യാണം നിശ്ചയിച്ചപ്പോ നമ്മൾ അവിടെ ഇരുന്നു. ആ കല്യാണം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതേ സമയത്ത് കുടുംബത്തിൽ മനസ്സിലായി ഇതെല്ലാം ഇതൊക്കെ തന്നെ മിസ്കീൻ എന്ന പരിഗണന. ഞാനൊന്നുമല്ല, മലയാളിയാണ്, കുടുംബ ബന്ധക്കാരനാണ്, എന്നാലും കൊടുക്കും. ഓനെ ആവശ്യമില്ല, എന്നാൽ കൊടുക്കും. എന്റെ നമ്മളെ കുടുംബത്തിൽ മലയാളിയുണ്ട്, മലയാളിയാണ്, എന്നാലും നമ്മളെ വന്നാൽ എന്തെങ്കിലും ഒന്നും കൊടുക്കും. എന്തെങ്കിലും. ഞാൻ പിന്നെ ദുബായ് മാർക്കറ്റിൽ നിന്ന് കണ്ട ഒരു പെർഫ്യൂമാണ്, നിനക്ക് പറ്റുമോ നോക്കാം. ഓയിന് പാലും പെർഫ്യൂം എന്നാലും കൊടുക്കും. എന്റെ മൂത്താപ്പാനമാന ഓ നാട്ടിലെ മലയാളിയാ, എന്നാലും ഓൻ ആരാണ്? എന്റെ ബാപ്പാന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണ് ഓന്റെ ബാപ്പ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ മൂന്നാൾക്കും ആവശ്യന്റെ തണൽ ഉറപ്പാ. നേരം വെളുക്കുന്നത് വരെ തഹജ്ജുദ് നിസ്കരിച്ചോൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയൂല. കാരണം നേരം വെളുക്കുന്നവരെ തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് നമുക്ക് കഴിയുമല്ലേ? ഇത് കഴിയോല്ലേ? കഴിയോല്ലേ? ഉണ്ടെങ്കിൽ അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കും. അപ്പൊ ആ മൂന്നാളെ പറയും. എന്നിട്ടൊരു വിശദീകരണം കൂടി പറയാം. ഒന്നാമത്തെ ആൾക്ക് സമ്പത്ത് സമർപ്പണം എന്നത് പറയേണ്ടതില്ല. കാരണം സമ്പത്തൊന്നും ആ പെണ്ണിന്റെ കൈവശം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഉണ്ടാകണമെന്നൊന്നുമില്ല. ഉണ്ടായെങ്കിലും ഓള് മൊലാഴ്ചയാണ്, ചെറുപ്പക്കാരത്തിയാണ്. അപ്പോൾ ഒരാൾ കെട്ടാൻ വന്നപ്പോൾ സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? എൻ്റെ കുട്ടികളെ പിന്നെ എനിക്ക് വേണ്ടത്ര, ചിലപ്പോൾ അതിലൊരു കുട്ടി ഉണ്ടാവും, പിന്നെ ഈ കുട്ടികളെ പ്രാധാന്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് വിഷമം വേണ്ട. വലിയ മൊലാഴ്ചയാണ്. മുതൽ രണ്ടാം കെട്ടാൻ ആൾ വരും, യൗവന സൗന്ദര്യമുണ്ട്, അപ്പോഴും കെട്ടാൻ ആൾ വരും. പക്ഷെ അവൾ എന്തായില്ല, മരിച്ചുപോയ ഭർത്താവിൻ്റെ കുട്ടികളെ ഊറ്റിക്കൊണ്ടാണ് ജീവിച്ചു. അവൾക്ക് മുതലുണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അവൾക്ക് അറശിന്റെ തണൽ കിട്ടും. മനസ്സിലായില്ലേ? 2 മുതലുള്ള വ്യക്തിയാണ്. ഇതിൽ സാധുല്ല. ഈ 3-ൽ ഇതിൽ സാധു എന്ന് പറയാവുന്നത് പെണ്ണ് മാത്രമാണ്. പക്ഷെ അത് പെണ്ണും സാധുവാണെങ്കിൽ സാധു അല്ലെങ്കിലും അവൾ ഇതിൽ പെടും. ഭർത്താവിന്റെ ശേഷം കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണമെന്നേ ഉള്ളൂ. പിന്നെ 2-3 പൈസ ഉള്ളവരാ.
മനസ്സിലാണ്ട് പറഞ്ഞു. അപ്പൊ പൈസ അടിസ്ഥാനപരമായി ഒരു മോശപ്പെട്ട സാധനം അല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരനാണ് സയ്യിദ് സുലൈമാൻ. സുലൈമാൻ നബിക്ക് ഇന്ന് നേരം വിളിച്ച് സുബൈ നിസ്കരിച്ച് സുലൈമാൻ നബിക്ക് ഒരു ഫാത്തിഹ ഓതി എടുക്കുക കൈപ്പൊക്കാം. 1 2 2 ആയിക്കോട്ടെ, എന്നാ കൈ നോക്കിക്കളാം. ഇത് നേരം വിളിച്ച് അങ്ങനെ കണക്കാക്കണ്ട. ഈ ഇന്നലെ മഗ്‌രിബിന് ശേഷം ഈ സമയത്തിനുള്ളിൽ സുലൈമാൻ നബിക്ക് ഒരു ഫാത്തിഹ ഓതി എടുക്കുക കൈപ്പൊക്കാം. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിക്കല്ലേ നിങ്ങൾ ഫാത്തിഹ ഓതിയത്? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? ആ മുതൽ കൊണ്ട് സ്വർഗം വാങ്ങിയിട്ടുണ്ട്. അള്ളാഹ് കൊണ്ട് ജീവിച്ച മുതലാണത്. അപ്പൊ 2 3 ആളുകൾക്ക് മുതലുണ്ട്. പക്ഷെ ആ മുതലുള്ളവൻ ആരെ പരിഗണിച്ചു? ഇത് പ്രത്യേകമാണ്. പള്ളിക്ക് കൊടുത്തു, മദ്രസയ്ക്ക് കൊടുത്തു എന്നല്ല, പള്ളിക്കും മദ്രസക്കും അവസാനം കൊടുത്താൽ മതി. മനസ്സിലാണ്ട് പറഞ്ഞത്. പള്ളിക്കും മദ്രസക്കും ഇഷ്ടം പോലെ മുതലാളിമാർ കൊടുക്കാണ്ടാവും. അതേ സമയത്ത് യതീമിന് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ ആളുണ്ടാവില്ല. ഇങ്ങനെ കൊടുക്കുന്ന ഒരു മുതലാളി ഞങ്ങൾ ആയുസ് കണ്ടിട്ടുണ്ടോ? യതീമിന് മനസ്സിലായില്ല. യതീമിനെ കൊടുക്കാൻ അങ്ങനെ തന്നെ. യതീമിനെ കല്യാണത്തിന് വിളിക്കൂല എന്നല്ല, അപ്പൊ നിങ്ങളൊക്കെ വിളിക്കൂല, ഞാനും വിളിക്കൂല. മന്ത്രിന്റെ പേരിൽ നമ്മളും പെണ്ണുങ്ങളും കൂടി വന്ന് മന്ത്രിന്റെ മുഖം കാണിച്ച് നിങ്ങൾ അത് പങ്കെടുക്കണം, നിങ്ങൾ വരിക എന്നുള്ളത് ഞങ്ങളൊരു വലിയ പ്രശ്നമാണ്, നിങ്ങൾ വന്നേ മതിയാവും എന്ന് പറഞ്ഞ് വിളിച്ചു. അതേസമയത്ത് യതീമിന്റെ പേരേക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ തന്നെ പിന്നെ ഞാൻ മമ്മാടിയാ, ഞാൻ ഇനി പറഞ്ഞില്ലാന്ന് വേണ്ട, ഞായറാഴ്ച നേരം വിളിച്ച അവിടെ ഉണ്ടാകാൻ കേട്ട ആവശ്യം കുട്ടികളും ഇതങ്ങനെ വലിയ വിളിയാ. മനസ്സിലായില്ല? ചിന്തിക്കുന്നു. ഇതൊന്നും വിളിയല്ല. അത് പോന്റെ പേരിൽ നിന്ന് പൂച്ചയും തിന്നുന്നുണ്ടോ അക്കോലത്തിൽ കണക്കാക്കിയാൽ മതി. ഇതിനൊന്നും എന്ത് പറയില്ല. അരശിന്റെ തണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത കാറെടുത്ത് മാർക്കറ്റിൽ കണ്ട് ഇറങ്ങുക, എന്നിട്ട് സാധനമാണ് വാങ്ങുക. ഒന്നിരിക്കൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ചിലപ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലിന് വലിയ ദർജ. കാരണം ഭക്ഷണ സാധനത്തിലേക്ക് മനുഷ്യനും സാധുവിനെ കൊതി ഉണ്ടാവുള്ളൂ, മുതലാളിക്ക് കൊതി ഉണ്ടാവില്ല. ഭക്ഷണത്തിലേക്ക് മുതലാളിക്കും കൊതി ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഇവിടെ ഒരു ചാക്ക് 10 ചാക്ക് അരി കൂട്ടിയോണ്ട് എനിക്ക് എന്താ കാര്യം? ആയാലും വലിയ അരി വാങ്ങാൻ കഴിക്കുന്ന ആളാണ് നിങ്ങൾ പല ആളുകൾ പറയുന്നത്. അതേ സമയത്ത് നല്ല തുമ്പപ്പൂ പോലത്തെ 1-ാം നമ്പർ കയമ അരിന്റെ ബിരിയാണി ഇങ്ങനെ അങ്ങോട്ട് കിടക്കുക. അപ്പുറത്ത് മട്ടൻ ചാപ്സ്, ചിക്കന് 65. അപ്പോ എന്നോട് ഞാൻ പറഞ്ഞു, അൻവറെ നജ് പോയിക്കോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം, അല്ലാഹു തആല എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ജി പോയിക്കോ പറഞ്ഞാൽ ആജാതി ബർക്കത്ത് വേണ്ട ഉസ്താദേ, നമ്മൾ ഇരുന്നിട്ട് പറയാൻ തിരക്കില്ലെന്ന്. സത്യല്ലേ? പറയാൻ സത്യല്ലേ? ഭക്ഷണ സാധനത്തിന് ആവശ്യം ഉണ്ടാവില്ല, എന്തിനാവശ്യം ഉണ്ടാവും? ഭക്ഷണം. അതുകൊണ്ട് ഏറ്റവും നല്ല സദഖ ഭക്ഷണ സാധനമല്ല, ഭക്ഷണ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 3 പറഞ്ഞില്ലേ? 1 പെണ്ണ്, 2 ഭക്ഷണം ഉണ്ടാക്കി യതീമിനെയും മിസ്കിനെയും നല്ല ഭക്ഷണം കൊടുക്കും, സന്തോഷിക്കും, അങ്ങനത്തെ ഭക്ഷണം കൊടുക്കും. പിന്നെ വേറൊരാൾ അയാൾ കുടുംബ ബന്ധം ചേർക്കും. അയാളെ ബാപ്പാന്റെയും വല്യാപ്പാന്റെ ബാപ്പാന്റെയും മക്കളെ അയാൾ മറക്കേല്ല. അവരിങ്ങോട്ട് മനസ്സിലായില്ലേ? എന്തേ പറഞ്ഞത്? അസ്ലുമൻ വസലക, നിന്നെ ചേർത്തവരെ ഞാൻ ചേർക്കും. ആദ്യത്തെ ഗർഭപാത്രത്തെ പടച്ചപ്പോൾ അള്ളാഹു ഗർഭപാത്രത്തോട് പറഞ്ഞു, എന്ത് പറ അസ്ലുമൻ വസലക, നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും. വഅഖ്തഉ മൻ ഖതഅക, നിന്നെ മുറിച്ചവനെ ഞാനും മുറിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അങ്ങോട്ട് കുടുക്കനല്ല, വലിയപ്പാന്റെ മക്കൾ ഈ 3.